പ്രൈം ടൈം ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. നവകേരള സദസ്സിനിടെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കേസിൽ നോട്ടീസ് ലഭിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് UDF MLA-മാർ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യമായി ഉന്നയിച്ചത്. ജനാധിപത്യ സമരങ്ങൾക്ക് നേരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രതിഷേധിച്ചതിന്റെ പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. സമരക്കാരുടെ തലക്കടിക്കാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുടെ അടുത്തേക്ക് അനധികൃതമായി നീങ്ങിയാൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുന്നതും ബൂട്ടിട്ട് മുടിയിൽ ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനിടെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ജോലി തിരക്ക് മൂലം ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ച് ആലപ്പുഴ പോലീസിന് ഇമെയിൽ അയച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ S. സന്ദീപിനും പോലീസ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ഡ്യൂട്ടിയിലാണെന്ന വിശദീകരണമാണ് പോലീസിന് നൽകിയത്. തിരക്കില്ലാത്ത മറ്റൊരു ദിവസം ഹാജരാകാമെന്ന ഇരുവരുടെയും വാദം പോലീസ് അംഗീകരിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഗൺമാനെതിരെ നിയമ നടപടി തുടരുമെന്നും കെ. മുരളീധരൻ MP. പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള നടപടികളാണ് അതിൻ്റെ ആദ്യ ഭാഗമാണത്. തുടർ നടപടികൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പോലീസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ഗൺമാൻ ഇനി ഭാവിയിൽ അദ്ദേഹത്തിനെതിരെ ഭാവിയിൽ നടപടിയുണ്ടാവും. അക്കാര്യം ഞങ്ങൾക്ക് തർപ്പിച്ചു പറയാം. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. 24 തിരുവനന്തപുരം. വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിനെ KPCC അധ്യക്ഷൻ K. സുധാകരൻ സന്ദർശിച്ചു. വിലവർദ്ധനയിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് കാലിക്കുടവുമായി മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജബി മേത്ര അടക്കമുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ചുവെന്ന് VD സതീശൻ വിമർശിച്ചു. 6 മാസം മുമ്പ് ഒരു കുടുംബത്തിനുണ്ടായിരുന്ന ചെലവ് ഈ സർക്കാർ കാരണം ഒരു 10,000 രൂപയുടെ വർധനവാണ് ഒരു കുടുംബത്തിൽ, ഒരു ഇടത്തരം കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്. അരിവില വർധനയും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ജബി മേത്തർ MP പറഞ്ഞു. മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിനെ KPCC അധ്യക്ഷൻ K. സുധാകരൻ സന്ദർശിച്ചു. മേഘയുടെ അവസ്ഥ പരിതാപകരമാണെന്നും മുഖ്യമന്ത്രി എന്താണ് ഇതിൽ നിന്ന് നേടിയതെന്നും സുധാകരൻ. ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരു പോലീസുകാർ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനുഷ്യത്വമുള്ള പോലീസായത്? അതൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം അന്ധനോ ബധിരനോ മൂകനോ ആണോ മുഖ്യമന്ത്രി? പോലീസ് ഇങ്ങനെ മർദ്ദിച്ചത് സമരത്തിന്റെ വീര്യം കൂട്ടിയെന്നും ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ നേരത്തെ തന്നെ സമരത്തിന്റെ ശക്തി കുറഞ്ഞേനെയെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പരുക്കേറ്റ മേഘ രഞ്ജിത്ത് പോലീസ് 2 തവണ മർദ്ദിച്ചു. ആദ്യം തലയുടെ പിൻഭാഗത്തും രണ്ടാമത് കഴുത്തിന് പിൻഭാഗത്തുമാണ് മർദ്ദിച്ചത്. വേദന സംഹാരി നിർത്തിയാൽ കടുത്ത വേദനയും ശ്വാസം മുട്ടലുമാണ് അനുഭവപ്പെടുന്നത്. ഡോക്ടേഴ്സ് വിശദ പരിശോധന നടത്തിവരികയാണെന്നും മേഘ രഞ്ജിത്ത് 24 എൻകൗണ്ടറിൽ പറഞ്ഞു. ശ്വാസം മുട്ടലുള്ളത് കാരണം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. വേദന വരുമ്പോൾ വേദന കൂടുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലായിരുന്നു, വൊമിറ്റിങ് കൂടുതലായിരുന്നു. ഇവിടെ വന്നതൊക്കെ ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. ശ്വാസം മുട്ടൽ ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എന്നെ 2 അടിയാണ് അടിച്ചത്. ആദ്യത്തെ അടി എന്റെ തലയുടെ പുറകുവശത്തും, രണ്ടാമത് എന്റെ കഴുത്തിന് പുറകിലായിട്ട് അടിച്ചു. അപ്പൊ MRI എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2
ഡിസ്ക് ബൾജായിട്ട് അതിനിടയിലേക്ക് നെർവ് കയറിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷമായിരുന്നു നടപടികൾ ബഹിഷ്കരിച്ചത്. വസ്തുതകളല്ല പ്രതിപക്ഷം പറയുന്നതെന്ന് കുറ്റപ്പെടുത്തിയ ധനമന്ത്രി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു. നവകേരള സദസ്സ് നടത്തി ആർഭാടം നടത്തുന്നതാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ചക്കിട്ടപ്പാറ വളയം സ്വദേശി ജോസഫിന്റെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷവാദം നിഷേധിച്ചു. ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പുമായി 52,400 രൂപ ജോസഫ് കൈപ്പറ്റിയെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സാർ, ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം സാർ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ പറ്റി പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക എന്ന കള്ളക്കഥ പറയുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ്. 1000 കോടി രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിശ്ശികയായി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 18 മാസത്തെ കുടിശ്ശിക 1000 കോടിയാണോ സാർ? അങ്ങേക്കും കണക്കറിയാലോ. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ മുൻ സർക്കാരുകളുടെ ഇടപെടൽ ചൂണ്ടിക്കാണിച്ചായിരുന്നു പിന്നീട് ഭരണ പ്രതിപക്ഷ പോര്. AK ആന്റണി സർക്കാർ 30 മാസം കുടിശ്ശിക വരുത്തിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ആരോപണം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടതു സർക്കാരുകളെന്നും മന്ത്രി. ഇനിയും തുക വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം. ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പെൻഷൻ തുക മാത്രമല്ല സാധനങ്ങളുടെ വിലയും ഒപ്പം വർദ്ധിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് ശേഷം സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പിന്നാലെ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നിയമസഭാ കാര്യോപദേശക സമിതിയിൽ രൂക്ഷമായ വാക്പോരുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ബജറ്റ് തീയതി മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിലാണ് ഇരുവരും കൊമ്പുകോർത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ സമരം തുടങ്ങിയ കാരണങ്ങളാൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ് അവതരണം. ഇത് ഫെബ്രുവരി 2-ലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. ഫെബ്രുവരി 9 മുതൽ KPCCയുടെ ജാഥ ആരംഭിക്കും. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ സഹകരിക്കണമെന്നായിരുന്നു കാര്യോപദേശക സമിതിയിലെ പ്രതിപക്ഷ ആവശ്യം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ടെന്നും മുഖ്യമന്ത്രിയുടെ താക്കീത്. ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കടുപ്പിച്ചു. ശേഷം പ്രതിപക്ഷം കാര്യോപദേശക സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് അവതരണ ദിവസം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചില്ലെങ്കിലും നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15-ന് സമ്മേളനം അവസാനിക്കും. നേരത്തെ മാർച്ച് 27 വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഫെബ്രുവരി 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ബജറ്റ് ചർച്ച നടക്കും. 15-ന് വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രതിപക്ഷ ആവശ്യം തുടങ്ങിയവ പരിഗണിച്ചാണ് തീരുമാനം. 24 തിരുവനന്തപുരം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനം. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല. കേരളത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചകളിലേക്കും CPIM കടന്നു. ചിലയിടങ്ങളിൽ ത്രികോണ മത്സരത്തിന് സാധ്യതയെന്നും സംസ്ഥാന നേതൃത്വം. ഷഫീദ് റാവുത്തർ ചേരുന്ന വിവരങ്ങളുമായി. ഷഫീദ്, CPIM തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അതിനിടെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്? ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIMന്റെ ഒരു എൻട്രിയെ കുറിച്ചിട്ടാണ്. അത് ഏത് വിധത്തിലാകണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായത്. അതിലേറ്റവും പ്രധാനം 11, 12 തീയതികളിൽ ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടായി. CPIMന്റെ സംസ്ഥാന സമിതി ചേരും. ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ അറിയിച്ചു. മാത്രമല്ല മണ്ഡലത്തിന്റെ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെ അടക്കം കൂടുതൽ ശ്രദ്ധയുള്ള പ്രവർത്തനം CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതിൽ കോൺഗ്രസിനെ കാര്യമായി വിമർശിച്ചായിരുന്നു ഇന്ന് CPIM നിലപാടെടുത്തത്. അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവധാനത കാണിച്ചില്ല. മാത്രവുമല്ല അതിൽ സ്വീകരിച്ച സമീപനങ്ങളിൽ CPIMന് വ്യത്യസ്ത അഭിപ്രായവും വിമർശനവുമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ചയായി. കൂടാതെ
കേരളത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം അനിവാര്യമെന്ന് CPIM സംസ്ഥാന ഘടകങ്ങൾ. ഒറ്റയ്ക്ക് നിന്നാൽ ജയസാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ സംഘപരിവാർ വിരുദ്ധ പാർട്ടികളുമായി സഖ്യം കൂടിയേ തീരൂ എന്നാണ് ആവശ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നാളെ സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് 3 ദിവസം നീളുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്തിടങ്ങളിൽ BJP വിരുദ്ധ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാൽ ജയിച്ചു വരാമെന്ന നിർദ്ദേശം മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഘടകങ്ങളാണ് മുന്നോട്ടുവച്ചത്. കർഷക സമരവും പ്രക്ഷോഭങ്ങളും സംഘടനാശക്തി കൂട്ടിയെങ്കിലും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സഖ്യം കൂടിയേ തീരുവെന്നാണ് നിർദ്ദേശം. കേരളത്തിന്റെ ഡൽഹി സമരവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രാദേശിക കക്ഷികളുമായി കൂട്ടുചേർന്ന് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്നാണ് തീരുമാനം. കേന്ദ്ര കമ്മിറ്റിയിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും അന്തിമ തീരുമാനം. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ബംഗാൾ മാൾഡ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ചു. യാത്രയുടെ ഭാഗമായുള്ള ഉച്ചവിരുന്നിനായി ജില്ലാ കമ്മിറ്റി അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്നേ ദിവസം ഗസ്റ്റ് ഹൌസിൽ എത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിൽ പര്യടനത്തിലാണ്. മമതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ തൃണമൂലും കോൺഗ്രസുമായുള്ള നേർക്കുനേർ പോരാട്ടം മറനീക്കി പുറത്തുവരികയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടി ഭരിക്കുന്ന ബംഗാളിലും രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് വെല്ലുവിളികൾ ഏറെ. ബീഹാർ പര്യടനം കഴിഞ്ഞ് ഈ മാസം 31-ന് ബംഗാളിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഉച്ചവിരുന്ന് ഒരുക്കിയിരുന്നു. മാൾഡ ഗസ്റ്റ് ഹൌസിൽ ഉച്ചഭക്ഷണം ഒരുക്കുന്നതിനായി ജില്ലാ കമ്മിറ്റി അധികൃതരെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയില്ല. അതേ ദിവസം മമത എത്തുമെന്നാണ് വിശദീകരണം. മമത യാത്രയിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പായതോടെ കോൺഗ്രസ് ദേശീയ നേതാക്കളും തൃണമൂലിനെതിരെ വിമർശനവുമായി എത്തി. ബീഹാറിൽ പ്രതിപക്ഷ ഐക്യ സന്ദേശം യാത്രയിലൂടെ പ്രകടമാക്കാനിരുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് JDU ഇല്ല. സംസ്ഥാനത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ RJDയെയും CPIMനെയും CPIയെയും ഒപ്പം നിർത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. 24 ഡൽഹി. രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുമെന്ന് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പദയാത്രയിൽ സംസാരിക്കവേ സുരേഷ് ഗോപി വ്യക്തമാക്കി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ വേഗത്തിലാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ കണ്ണൂരിലെ പൊതുസമ്മേളന വേദിയിലാണ് സുരേഷ് ഗോപി ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പറഞ്ഞത്. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? അത് സംഭവിച്ചിരിക്കും. കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെയല്ല ഇതെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല. തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിന് മേൽ ഇടുത്തി വീഴണം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ വേഗത്തിലാക്കി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ബില്ല് പാസാക്കാൻ ഫെബ്രുവരി 5-ന് ഏകദിന പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കും. ഇതിന് മുന്നോടിയായി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഏകീകൃത സിവിൽ കോഡിലുള്ള കരട് റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 24 കണ്ണൂർ. കടകംപള്ളി സുരേന്ദ്രൻ MLAയെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി PM മുഹമ്മദ് റിയാസ്. തലസ്ഥാന നഗരത്തിലെ റോഡ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനത്തിലാണ് മന്ത്രിയുടെ മറുപടി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യ കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളെ വിമർശിച്ച് ഇന്നലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയത്. തലസ്ഥാനത്തെ റോഡുകൾ വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്നുവെന്നും വികസനങ്ങളുടെ പേരിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്നും മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളൊരു പോരായ്മയുണ്ട്. വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിനകത്ത് താമസം. അമൃത് പദ്ധതിയുടെ ഭാഗമായി എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മുൻമന്ത്രിയുടെ വിമർശനം വിവാദമായതോടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരോക്ഷ മറുപടി. ആദ്യ കരാറുകാരനെ പലവട്ടം തിരുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും അയാളെ പുറത്താക്കിയത് പലർക്കും പൊള്ളലേൽപ്പിച്ചെന്നും മന്ത്രി പറഞ്ഞു. പൊള്ളലേറ്റ മുറിവുണങ്ങാത്തവർ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും മന്ത്രി.
കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട്. ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ. തിരിയേണ്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർച്ച് 31-നകം മുഴുവൻ റോഡുകളുടെയും പണി പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് ഹേമന്ത് സോറൻ ഇഡി അറിയിച്ചു. ഇഡി സംഘം റാഞ്ചിയിലെ വീട്ടിലെത്തിയതോടെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് സോറൻ മറുപടി നൽകിയത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, പലതവണ ഇഡി ഈ ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് സോറന് നോട്ടീസ് നൽകിയിരുന്നു. അദ്ദേഹം ഒരു തവണ പോലും ഹാജരായിരുന്നില്ല. ഇപ്പോൾ ഇവർ നേരിട്ടെത്തി കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചതുകൊണ്ടാണോ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമ്മതിച്ചിരിക്കുന്നത്? എപ്പോഴാകും അദ്ദേഹം ഹാജരാകുക? ഈ ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി പിന്തുടർന്നുള്ള ഒരു നടപടിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചില ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നത്. ഇഡി സംഘം ഇന്ന് ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ല. ഇഡി സംഘം അറിയിച്ചത് പ്രകാരം ഇന്നലെ രാത്രിയോട് കൂടി അദ്ദേഹം മടങ്ങിയതായുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. തുടർന്നാണ് റാഞ്ചിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്നത്. എന്തായാലും ആ സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ ചോദ്യം ചെയ്യലിന് 31-ന് ഹാജരാകാം എന്നുള്ള ഒരു സന്നദ്ധത അത് ഹേമന്ത് സോറൻ അറിയിക്കുന്നത്. തുടർന്ന് അല്പം മുൻപാണ് ഇഡിയുടെ സംഘം അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും മടങ്ങിയത്. ഇതുവരെ 9 സമൻസുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹേമന്ത് സോറന് നൽകിയിരുന്നത്. അതിൽ കഴിഞ്ഞ തവണ ഈ മാസം 20-ാം തീയതി ഇഡി സംഘം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിലേക്കായിരുന്നു വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട സമൻസ് നൽകിയത്. അതിൽ പ്രതികരിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇഡി ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഇഡി നീക്കത്തിനെതിരെ JMM പാർട്ടി ഇന്ന് റാലി അടക്കം സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം വലിയ തോതിലുള്ള ഒരു വിമർശനം ഇഡിക്ക് നേരെ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായാണ് ഇഡി പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഹേമന്ത് സോറിനെതിരായ ഒരു നടപടി അത് ഇഡിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ കർശനമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രവീണ. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ഭൂമി തട്ടിയെടുത്തുവെന്ന കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. 10 മണിക്കൂറാണ് ഇഡി ലാലുവിനെ ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ആരോഗ്യം മോശമായ ലാലു പ്രസാദ് യാദവിന് ഭക്ഷണം നൽകാൻ ഇഡി അനുവദിച്ചില്ല എന്ന പരാതിയുമായി മകൾ മിസ ഭാരതി രംഗത്തെത്തി. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തേജസ്വി യാദവിനും ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബീഹാറിലെ ബജറ്റ് സമ്മേളനം നീട്ടിവെക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുതിയ സർക്കാരിന്റെ മന്ത്രിസഭാ വികസനം പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് നടപടി. അതിനിടെ RJD സ്പീക്കർക്കെതിരെ NDA അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നിതീഷ് വിരുദ്ധരെ കൂടെ നിർത്താൻ RJDയും കോൺഗ്രസും നീക്കം ആരംഭിച്ചു. മന്ത്രിസഭ പൂർണ്ണമല്ലാത്ത സാഹചര്യത്തിലാണ് ഫെബ്രുവരി 5-ന് ചേരാൻ മഹാസഖ്യ സർക്കാർ നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെക്കാനുള്ള NDA സർക്കാരിന്റെ തീരുമാനം. ഈ ആഴ്ച തന്നെ മന്ത്രിസഭാ വിപുലീകരണം പൂർത്തിയാക്കി പുതിയ തീയതി പ്രഖ്യാപിക്കും. സാമുദായിക സമവാക്യങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും മന്ത്രിസഭാ വികസനമെന്ന് NDA നേതൃത്വം അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വികസനമാണ് NDA സർക്കാരിന്റെ ലക്ഷ്യമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നും ബീഹാർ BJP അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൌധരി 24-നോട് പറഞ്ഞു. बिहार के विकास को आगे बढ़ाना, एकदम 40 की 40 सीट जीतूंगा. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ RJD അംഗമായ സ്പീക്കർ അവധ് ബിഹാരി ചൌധരിക്കെതിരെ NDA അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നീക്കത്തെ സഭയിൽ നേരിടുമെന്ന് RJD വ്യക്തമാക്കി. നിതീഷ് വിരുദ്ധരായ ഉപേന്ദ്ര കുശ്വാഹ, ജിതൻ റാം മാഞ്ചി, മുകേഷ് സഹനി എന്നിവരെ കൂടെ നിർത്താൻ RJDയും കോൺഗ്രസും നീക്കങ്ങൾ ആരംഭിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര സംസ്ഥാനത്തെത്തും മുമ്പ് സർക്കാരിനെ അട്ടിമറിച്ച് രാഷ്ട്രീയ വിജയം നേടിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ BJP. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും വിജയിക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് ഇനി മുന്നിലുള്ളത്. കടുത്ത മത്സരം ഒരുക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. നിതീഷ് കുമാറിന്റെ പിന്മാറ്റത്തോടെ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കുന്നതിനടക്കം തടസ്സം നിൽക്കുന്ന കോൺഗ്രസിനെതിരെ വിവിധ ഘടകകക്ഷികൾ രംഗത്തെത്തി. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച കാണിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം.
പുറമെ പ്രകടമായിട്ടില്ലെങ്കിലും നിതീഷ് കുമാറിന്റെ പിന്മാറ്റം ഇന്ത്യ മുന്നണിയിൽ വലിയ ആഭ്യന്തര ഭിന്നതകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ചെയർമാനെ പ്രഖ്യാപിക്കണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യത്തിന് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അഥവാ ചെയർമാൻ സ്ഥാനമുണ്ടായാൽ അത് കോൺഗ്രസിനെന്ന പരോക്ഷ സൂചനയുണ്ടായതോടെയാണ് നിതീഷ് പുറത്തുപോകുന്നത്. പുതിയ സാഹചര്യത്തിൽ NCP, SP അടക്കമുള്ള പാർട്ടികൾ ചെയർമാൻ പ്രഖ്യാപനം ഉടൻ വേണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തി. കോൺഗ്രസിന്റെ സമീപനം അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഘടകകക്ഷികളെ കോൺഗ്രസ് വില കുറച്ചു കാട്ടുന്നുവെന്നും വിമർശനമുണ്ട്. ആം ആദ്മിയും കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ഹരിയാന, ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അവഗണിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആം ആദ്മിയുടെ പരാതി. 24 ഡൽഹി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. CRPFനെ ഉപയോഗിച്ച് Z+ സുരക്ഷ ലഭ്യമാക്കണമെന്ന ഉത്തരവിൽ പറയുന്നു. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരായ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്നാണ് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത്. കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൈമാറി. CRPF നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഗവർണർ റോഡിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രസേനയുടെ സുരക്ഷ. CRPF വന്നാലും പ്രതിഷേധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവർണറെ ആക്രമിക്കാനാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. CRPF വന്നാലും ഗവർണറെ വിടില്ല എന്നാണ്. ഇതിന്റെ തലക്കെന്ത് തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ. ബംഗളൂരുവിൽ നിന്നുള്ള CRPFന്റെ 41 അംഗ പ്രത്യേക VIP സെക്യൂരിറ്റി സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. ഗവർണർ രാജ്യത്തെവിടെ പോയാലും Z+ സുരക്ഷയൊരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാജ്യതലസ്ഥാനത്ത് വർണ്ണാഭമായ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകളുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സമാപിച്ചു. ഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്ന ബീറ്റിംഗ് റിട്രീറ്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ 3ാം ദിനമാണ് ബീറ്റിംഗ് റിട്രീറ്റ്. 17ാം നൂറ്റാണ്ട് മുതലുള്ള ബ്രിട്ടീഷ് സൈനിക പാരമ്പര്യത്തിന്റെ ആധുനിക രൂപമായാണ് കരുതുന്നത്. രാത്രിയിൽ യുദ്ധം അവസാനിച്ചതറിയിക്കാൻ പതാക താഴ്ത്തി ഡ്രമ്മുകൾ മുഴക്കാൻ ജെയിംസ് രണ്ടാമൻ രാജാവ് നിർദ്ദേശിച്ചതാണ് തുടക്കം. പ്രൗഢമായ ഈ സംഗീത വിരുന്നിന് ഇത്തവണയും നേതൃത്വം നൽകിയത് വിവിധ സേനകളിൽ നിന്ന് പരിശീലനം നേടിയ സേനാംഗങ്ങളാണ്. ചടങ്ങിലെ ദേശസ്നേഹം വിളിച്ചോതുന്ന ഗാനങ്ങൾ കൊടും തണുപ്പിലും മനം കവർന്നു. സർവ്വസൈനാധിപനുള്ള നന്ദി പ്രകടനമാണ് ബീറ്റിംഗ് റിട്രീറ്റ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി. ഡൽഹി. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് മിച്ച ഭൂമി കയ്യേറിയതിനാണ് നടപടി. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യു കുഴൽനാടന് ഉടുമ്പൻചോല തഹസിൽദാർ നോട്ടീസ് നൽകി. ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സർവേ പ്രകാരം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് MLA-ക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുത്തത്. അടുത്തയാഴ്ച ഹാജരാവാനാണ് നോട്ടീസ്. ഭൂമി കണ്ടുകെട്ടാതിരിക്കാൻ കാരണമെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്യുവിന് ഹിയറിംഗ് വേളയിൽ ബോധിപ്പിക്കാം. 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 50 സെന്റ് അധിക സർക്കാർ ഭൂമി കണ്ടെത്തിയത്. സ്ഥലം വാങ്ങിയ ഘട്ടത്തിൽ അളന്നു നോക്കിയില്ലെന്നായിരുന്നു മാത്യുവിന്റെ വിശദീകരണം. 2008-ൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണ്
മാത്യു റിസോർട്ടിനായി വാങ്ങിയത്. 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുമ്പോഴും മാത്യുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് റവന്യൂ വകുപ്പ്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പ്രേക്ഷകരെ ചേർത്ത് നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് 24. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ വർഷം മുതൽ നടപ്പാക്കാൻ പോകുന്ന കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് തുടക്കം കുറിച്ചു. 24 അവതാരകരുടെയും ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളുടെയും കലാപ്രകടനങ്ങൾ പരിപാടിക്ക് മിഴിവേകി. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളിയായി ചരിത്രത്തിന്റെ ഭാഗമായത് നിരവധി പേർ. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24 അവതാരകരുടെ നൃത്താവിഷ്കാരം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ. ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലനാണ് ചരിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. റൂമിൽ ഭരിക്കുമ്പോൾ നാട്ടുകാർ എടുത്തുകൊണ്ടുവന്ന് വിട്ട ആൾക്കാരാണ്. 120ഓളം ആളുകൾ. ഇപ്പോൾ ചില ആൾ സുഖമായിട്ട് പോകുന്നുണ്ട്, ചില 5, 6, 8, 10 കൊല്ലത്തോളം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 15 വർഷമായി ഞാൻ ആരംഭിച്ചിട്ട്. ഇന്നും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ആരും നോക്കാനുള്ള ആളില്ലെങ്കിൽ അവരെ നമ്മൾ നോക്കാം എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ്. 24 കണക്റ്റിന്റെ കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് തുടക്കം കുറിച്ചു. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24ന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. കഷ്ടതകളിൽ ആരും തനിച്ചല്ല എന്നോർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാവാനുള്ള 24ന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി. ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിനെ വേദിയിൽ ആദരിച്ചു. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണത്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ജനക്ഷേമം ലക്ഷ്യമാക്കി തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്നും 24ന്റെ ഉറപ്പ്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക. അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. ഓട്ടോമാറ്റിക് ഒരു വീൽചെയർ കിട്ടാൻ നമ്മളൊരു വീൽചെയർ വാങ്ങിച്ചു തരും. പെർലത്ത് വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. ആ 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. ബീഹാറിൽ BJP പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്താണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചത്. ഈ പരിപാടി വൻ വിജയമാക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ടീം 24. തിരഞ്ഞെടുപ്പൊരുക്കത്തിൽ പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനം വിജയസാധ്യത തന്നെയെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. കോട്ടയത്ത് നിലവിൽ ഒരാളുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ പൊതുരംഗത്ത് ഉള്ളവർക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹങ്ങൾ പറയാമെന്നും PC തോമസ് പറഞ്ഞു. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കൾ കച്ചമുറുക്കിയതോടെയാണ്
വിജയസാധ്യത തന്നെയാണ് പ്രധാനമെന്ന് വർക്കിംഗ് ചെയർമാൻ PC തോമസ് പ്രതികരിച്ചത്. പൊതുരംഗത്തുള്ളവർക്ക് ആഗ്രഹം പറയാം, എന്നാൽ മണ്ഡലത്തിലുള്ള ഇവരുടെ സ്വാധീനമടക്കം പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം. നിലവിൽ ഒരാളുടെയും പേര് UDF-നോട് പറഞ്ഞിട്ടില്ലെന്നും PC തോമസ് 24-നോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർക്കും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും പലപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാം, പറഞ്ഞെന്നിരിക്കാം. അത് പക്ഷേ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. അപ്പം പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്ന മുറയ്ക്കാണ് അവസാനം സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരാൾ വരുന്നത്. അപ്പോൾ വിജയസാധ്യത അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റിനു വേണ്ടിയും ശക്തമായ അവകാശവാദം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് M തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. ഇതിനിടെ തോമസ് ചാഴിക്കാടൻ MPയുടെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്ത് വോട്ട് അഭ്യർത്ഥിച്ച് UDF ചുവരെഴുതി. അബദ്ധം മനസ്സിലായതോടെ ചുവര് മാറിപ്പോയെന്ന് വിശദീകരിച്ച് UDF തടിതപ്പി. തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് അതേ ചുമലിൽ ചുവരെഴുത്ത് റെഡി. 24 കോട്ടയം. തിരുവനന്തപുരം പോത്തൻകോട് ഭാര്യയുടെ മൂക്കിൽ ഭർത്താവ് വെട്ടിപ്പരുക്കേൽപ്പിച്ചു. കല്ലൂർ കുന്നുകാട് സ്വദേശിനി സുധയുടെ മൂക്കാണ് ഭർത്താവ് അനിൽകുമാർ വെട്ടിയത്. ആക്രമണത്തിന് പിന്നാലെ അനിൽകുമാർ ഒളിവിൽ പോയി. അനിൽകുമാറും സുധയും ദീർഘകാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് ഒരു പ്രകോപനവുമില്ലാതെ അനിൽകുമാർ സുധയെ വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ സുധയുടെ കൈവിരലുകൾക്കും പരുക്കേറ്റിട്ടുണ്ട്. പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 3 പേരും കൂടെ ഇങ്ങനെ വരണ്, അതിൻ്റെ ഭർത്താവ് ഇങ്ങനെ വരെയായിരുന്നു. അപ്പം നമ്മൾ അടുക്ക വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം സംസാരിക്കും പോലെ കേട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലാണ് എടുത്തിരുന്ന അബത്തിട്ട് നീ എന്തിനടി ഇവിടെ വന്നേന്നും പറഞ്ഞാണ് കത്തിയെടുത്ത് പോകുന്നത്. പിന്നെ അപ്പം അവള് അത് തടുത്തപ്പോഴത്തേക്ക് സാരി കൊണ്ട് സാരി ഇങ്ങനെ കീറിയായിരുന്നു. പിന്നെ രണ്ടാമത്തതും ആ കൊച്ചി തടുത്ത്. പിന്നെ മൂന്നാമതിന് നിന്നെ ഞാൻ കൊല്ലോടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴുത്തിന് വെട്ടാൻ പോയപ്പോൾ മൂക്കിൽ കൊണ്ട് മൂക്ക് ഇങ്ങനെ അറ്റിട്ട് കിടക്കുകയാണ്. പിന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒപ്പുശേഖരണം തുടങ്ങി. മുഹമ്മദ് മുയിസുവിന്റെ ചൈനീസ് അനുകൂല നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് നീക്കം. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ നടപടി. മാലദ്വീപിലെ പ്രധാന പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി മുഹമ്മദ് മുയിസുവിനെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്കാവശ്യമായ ഒപ്പ് ശേഖരിച്ചതായാണ് വിവരം. പ്രമേയത്തെ MDPയുടെയും ഡെമോക്രാറ്റുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ 34 അംഗങ്ങൾ പിന്തുണച്ചതായാണ് റിപ്പോർട്ടുകൾ. മുഹമ്മദ് മുയിസുവിന്റെ മന്ത്രിസഭയിലെ 4 അംഗങ്ങളുടെ അംഗീകാരത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സർക്കാർ അനുകൂല MPമാരും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഞായറാഴ്ച പാർലമെന്റിൽ സംഘർഷമുണ്ടായത്. മാറിയ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലപ്പുഴയിൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പിടിയിലായത് തോട്ടപ്പള്ളി മേഖലാ പ്രസിഡന്റ് ജഗത് സൂര്യൻ ഉൾപ്പെടെയുള്ളവർ. ചികിത്സയിലിരിക്കെ മരിച്ചത് തോട്ടപ്പള്ളി സ്വദേശി നന്ദു ശിവാനന്ദൻ. ക്യാമ്പസുകളിലെ സംഘടനാ പ്രവർത്തനം നിരോധിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തര നോട്ടീസ്. അക്രമങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്കിലെ വർധനയിൽ പ്രതിഷേധം ശക്തം. തീരുമാനം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. നിരക്ക് വർധന വിശ്വാസികളോടുള്ള ക്രൂരതയെന്ന് PMA സലാം. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ CPI നേതാവ് N ഭാസുരാങ്ങന്റെയും മകന്റെയും ജാമ്യാപേക്ഷ തള്ളി. നടപടി കൊച്ചി കലൂർ PMLA കോടതിയുടേത്. N ഭാസുരാങ്ങന്റെ ഭാര്യയ്ക്കും പെൺമക്കൾക്കും നോട്ടീസ് അയച്ച് ED. അടുത്ത തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. ഇറാനിയൻ കപ്പലിൽ ഉണ്ടായിരുന്നത് 17 ജീവനക്കാർ. രക്ഷാപ്രവർത്തനം നടത്തിയത് നാവികസേനയുടെ INS സുമിത്ര. സംസ്ഥാനത്ത് ജാതി സെൻസസ് സാധ്യമല്ലെന്ന് കേരളം സുപ്രീംകോടതിയിൽ. കേന്ദ്രം സമർപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സെൻസസ് നടത്തുക അപ്രായോഗികമായതിനാൽ കോടതി അലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ജാതി സെൻസസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്രമെന്നും കേരളം വിശദീകരിച്ചു. ജാതി സെൻസസ് നീക്കങ്ങൾക്ക് തുടക്കത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ചുമപ്പ് കാർഡ്
മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ നയം വ്യക്തമാക്കൽ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല. 102ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇതോടെ രാഷ്ട്രപതിക്ക് മാത്രമായി. സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് 2011 സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം ഡാറ്റ ശേഖരിച്ചിരുന്നു. കേന്ദ്രം വിവരശേഖരണം നടത്തിയ സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. ഇക്കാര്യവും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. കേന്ദ്രം നൽകിയ റിപ്പോർട്ടനുസരിച്ച് കേരളത്തിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തുക പ്രായോഗികമല്ലെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നു. സംവരണ പട്ടിക പരിഷ്കരിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞ സാഹചര്യത്തിൽ സമർപ്പിച്ച ഹർജിയിലാണ് സംസ്ഥാനം നിലപാടറിയിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കായിക വാർത്ത നോക്കിയാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി. സൂപ്പർ താരങ്ങളായ KL രാഹുലിനും രവീന്ദ്ര ജഡേജയ്ക്കും രണ്ടാം ടെസ്റ്റ് നഷ്ടമാകും. പരിക്കിനെ തുടർന്ന് ഇരുവർക്കും BCCI വിശ്രമം അനുവദിക്കുകയായിരുന്നു. നേരത്തെ വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലിയും ടീമിൽ നിന്ന് പിന്മാറിയിരുന്നു. ആദ്യ മത്സരം തോറ്റ ഇന്ത്യക്ക് 3 സുപ്രധാന താരങ്ങളുടെ അഭാവം തിരിച്ചടിയാകും. അതേസമയം സർഫ്രാസ് ഖാൻ, സൗരഭ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസം 2-ന് വിശാഖപട്ടണത്താണ് രണ്ടാം ടെസ്റ്റ് മത്സരം. നാളെ അറിയാം. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കായി സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10-ന് തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിലാണ് പരിശീലനം. കോഴിക്കോട് ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നാളെ നടക്കും. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം. സംസ്ഥാന പോലീസ് കായികമേളയുടെ ഭാഗമായി നാളെ തൃശൂർ പോലീസ് അക്കാദമിയിൽ നീന്തൽ മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 4-ന് അക്കാദമി ഡയറക്ടർ ഗോപേഷ് അഗർവാൾ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.